എന്തായി മോളെ, എല്ലാം എടുത്തോ? എല്ലാം എടുത്തു. ഒരു 150 പവൻ. ആണോ? എന്തിനാ കുറച്ചത്? 200 തികച്ചെടുത്തൂടായിരുന്നോ? മേഘേട്ടൻ പറഞ്ഞതാ 200 തികച്ചെടുക്കാൻ. അതിനെ അമ്മയായിട്ട് പോയി എടുക്കാമല്ലോ. ഒരു 50 പവൻ കൂടി. എടുത്തപ്പോ നിങ്ങക്ക് തന്നെ എല്ലാം അങ്ങ് എടുത്തൂടായിരുന്നോ? എല്ലാം ഒന്നിച്ചപ്പിച്ചെടുത്തത്. ഇഷ്ടപ്പെട്ടതെല്ലാം സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടത് എവിടെ മോളെ? അമ്മ കമലേശ്വരം ജ്വല്ലറിയിലേക്ക് ചെന്നാ മതി. അവിടെ ഇരിപ്പുണ്ട്. ഞാൻ സെലക്ട് ചെയ്തതല്ല. നീ എന്താ മോളെ അങ്ങനെ പറയുന്നേ? അപ്പച്ചി, എല്ലാം എടുത്തു കഴിഞ്ഞപ്പോ പണം കൊടുക്കാതെ സ്വർണം കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് മാനേജറുടെ ഓർഡർ. അവന്റെ കാരണത്തൊന്ന് കൊടുത്തൂടായിരുന്നോ? അവന്റെ കരണത്ത് കൊടുത്തിട്ട് എന്താ കാര്യം? അതെ, മുകളിൽ നിന്നുള്ള ഓർഡറാ. സ്വർണ്ണക്കടയുടെ ഉടമസ്ഥനിട്ട ഓർഡർ. അപ്പൊ ഞാൻ പോയി കരുണയ്ക്ക് നെക്ലസ് എടുത്തപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. സ്വർണം എടുക്കാൻ അവൻ സമ്മതിച്ചില്ല അല്ലേ? ഒരു തരി സ്വർണം പോലും പണമില്ലാണ്ട് എടുക്കണ്ടെന്നാണ് കണ്ണൻ ശക്തമായി താക്കീത് കൊടുത്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഈ മാഡം പറയാതെ സ്വർണം തരത്തില്ലെന്നാ പറയുന്നത്. ഈ മാഡം ആരാണെന്നറിയാവോ? ഈ വീട്ടിലെ മൂത്ത മരുമോള്. അവളെ നമ്പി നിൽക്കാതെ ഇനി സാലറി കിട്ടത്തില്ല, സ്വർണവും കിട്ടില്ല. എല്ലാവരും ഇനി അവളുടെ മുമ്പിൽ പോയി ഓച്ചാനിച്ച് നിൽക്കണം. അതിന് അവള് കണ്ടെത്തിയ മാർഗം ഇതൊക്കെ. ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ജ്വല്ലറിയാ. ആ ഒരു പരിഗണന പോലും എനിക്ക് കിട്ടിയില്ല. അവന്റെ സ്റ്റാഫിന്റെ മുമ്പിലാണെങ്കിൽ ഞാൻ നാണം കെടുകയും ചെയ്തു. അമ്മേ, കല്യാണത്തിന് ഇനി നേരത്തെ കരുതി വെച്ചിരുന്ന സ്വർണവും പിന്നെ അമ്മയുടെ സ്വർണവും എടുക്കേണ്ടി വരും. എങ്കിലേ കഴുത്തിലും കാതിലും കയ്യിലും ഒക്കെ കുറച്ചെങ്കിലും ഓർണമെന്റ്സ് ഉണ്ടാവും. ഇതൊരു വലിയ ചതിയായി പോയല്ലോ മോളെ. അയാള് രണ്ടും കൽപ്പിച്ച. എന്നെ ജോലിയിൽ നിന്ന് തരം താഴ്ത്തി, മേഘേട്ടനെ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടു. എല്ലാ അധികാരവും അയാള് ഭാര്യയ്ക്ക് കൈമാറുകയും ചെയ്തു. ഇപ്പോ ഇവളുടെ കല്യാണത്തിന് സഹകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇവൾക്ക് സ്വർണ്ണമായിട്ടും പണമായിട്ടും ഒന്നും കൊടുക്കില്ലെന്ന് അയാളൊരു ഉറച്ച തീരുമാനം എടുക്കുകയും ചെയ്തു. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഞാൻ പറഞ്ഞ ചില ചടങ്ങുകളുണ്ട്. അവന്റെ 16 അടി അന്തരം കഴിഞ്ഞിട്ട് പിന്നെയും കമലേശ്വരൻ ജ്വല്ലറിയിലേക്ക് ഞാൻ കയറി ചെല്ലും. അന്ന് അവിടുത്തെ മാനേജറെ ഞാൻ ചവിട്ടി പുറത്താക്കിയിട്ട് എന്റെ കസേരയിൽ ഞാൻ ഉറച്ചിരിക്കും. ഇവൾ ആഗ്രഹിച്ച സ്വർണമൊക്കെ കാരണ കൊടുക്കാതെ ഇവൾ എടുത്തോണ്ട് പോവുകയും ചെയ്യും. അണയാൻ പോകുന്ന ദീപത്തിന്റെ അവസാന ആളിക്കത്തലാണിത്. ഇപ്പോ എല്ലാം കേട്ടോണ്ട് ഒരുത്തി അയാളുടെ അടുത്തിരുന്ന് ചിരിക്കുന്നുണ്ടാവും. ആ ചിരി തല്ലിക്കെടുത്താൻ തോമസ് വൈദ്യന്റെ അഗസ്ത്യ കൂടത്തിൽ ആള് കയറിയ വിവരം അവൾക്ക് അറിയില്ലല്ലോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.